നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള തുംകൂരിലുള്ള മന്ദാരഗിരി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ജൈന ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ജൈന തീർത്ഥാടന കേന്ദ്രമാണ് മന്ദാരഗിരി ജൈൻ ടെമ്പിള്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന റോഡിലാണിപ്പോൾ. ഇവിടെ ഒരു ബോർഡൊക്കെ കണ്ടു. എല്ലാവർക്കും മന്ദാരഗിരി ജൈൻ ടെമ്പിളിൻ്റെ കാഴ്ചകളുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നേരെ കാണുന്നതാണ് മന്ദാരഗിരി ജൈൻ ടെമ്പിളിൻ്റെ ദൂരെയുള്ള കാഴ്ച. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരു ചെക്ക് പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ 40 രൂപ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇത് നേരെ കയറി ചെല്ലുമ്പോൾ ആ കാണുന്ന പാറയാണ് മന്ദാരഗിരി എന്ന് പറയുന്നത്. മന്ദാരം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള നല്ല മണമുള്ളൊരു പൂവ് എന്നാണ് പറയുന്നത്. മന്ദാര പർവ്വതം അല്ലെങ്കിൽ വളരെ മണമുള്ള ഒരു പുഷ്പം പോലെ ഉള്ളൊരു പർവ്വതമായതുകൊണ്ടാണ് മന്ദാരഗിരി എന്ന് പറയുന്നത്. നേരെ കാണുന്നത് നമുക്കിവിടെ നിന്ന് പടി കയറി മുകളിലേക്ക് പോകാനുള്ള വഴിയാണ്. നമുക്കിവിടെ നിന്ന് ഈ പടികൾ ചവിട്ടിയിട്ട് നേരെ മുകളിലേക്ക് കയറി പോകാവുന്നതാണ് മന്ദാരഗിരി ടെമ്പിളിലേക്ക്. അല്ലാതെ നമുക്ക് വണ്ടി നേരെ കൊണ്ടുപോകാനുള്ളൊരു വഴിയുണ്ട് സൈഡിൽ കൂടെ. നമ്മൾ വണ്ടിയിലാണ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. ആളുകൾ ഒരുപാട് പേര് ഈ പടി കയറിയിട്ട് നേരെ മലയുടെ മുകളിലേക്ക് പടി കയറി പോകുന്നതായിട്ട് കാണാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജൈൻ ടെമ്പിളാണ്. ഇവിടെ ജൈനമത വിശ്വാസികളിലും അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്ന ഒരു ജൈൻ ടെമ്പിളാണ് മന്ദാരഗിരിയിലുള്ളത്. നമ്മൾ ആ സൈഡിൽ കൂടെ നേരെ മുകളിലേക്ക് പോകുന്ന വഴിയിലാണ്. ആ പോകുന്ന വഴി തന്നെ നല്ല മനോഹരമാണ്. ആ പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് കുറേ വ്യൂ പോയിൻറ്റ്സും തടാകങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഏകദേശം 800 വർഷത്തോളം പഴക്കമുള്ള ഒരു ജൈന ക്ഷേത്രമാണ് മന്ദാരഗിരിയിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അതിനെ റിനോവേറ്റ് ചെയ്തു. എന്നിട്ട് അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ജൈൻ ടെമ്പിളായിട്ട് മാറ്റുകയാണ് ചെയ്തത്. നമ്മൾ ഇവിടെയൊക്കെ ഇവർ ഒന്ന് ഞായറാഴ്ചയും കൂടെ ആയിരുന്നു നമ്മൾ വിസിറ്റ് ചെയ്ത ദിവസം. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പോകുമ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ ആ സൈഡിലായിട്ടൊക്കെ പാർക്ക് ചെയ്യുന്നത് കണ്ടു. മുകളിലേക്ക് പോകുന്നതിന് തന്നെ ഒരുപാട് കഷ്ടപ്പെടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ മുകളിലേക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ട് നല്ല കുത്തനെയുള്ള കയറ്റം കയറി വേണം നമ്മൾ ആ ടെമ്പിളിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ മുകളിലേക്ക് പോവാണ്. മല കയറിയിട്ട് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വണ്ടികൾ അവിടുന്ന് ദർശനം കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ കയറി ആ മുകളിലേക്ക് പോകുന്ന വഴിയുടെ 2 സൈഡിലും ഇടതൂർന്ന പാറക്കെട്ടുകളും അതിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാം. മുകളിലേക്ക് പോകുന്ന വഴിയിൽ മുകളിൽ പാർക്കിംഗ് ഉണ്ട് എന്നാണ് താഴെ ചോദിച്ചപ്പോഴേ പറഞ്ഞത്. നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ഏകദേശം നമ്മൾ ആ പാർക്കിംഗ് ഏരിയയുടെ അടുത്ത് എത്താറായെന്ന് തോന്നുന്നു. അതിൻ്റെ ദൂരെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ആ അമ്പലത്തിൻ്റെയും അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയുടെ കാണാം. അവിടെയൊക്കെ സൈഡിലെല്ലാം വലിയ പാറകളൊക്കെ ഉണ്ട്. ഇതാണ് പാർക്കിങ്ങിൻ്റെ ഗ്രൗണ്ട്. നമ്മൾ താഴെ നിന്നൊരു എൻട്രി ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വേറെ ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിലേക്ക്. ഇതാണ് ആ പാർക്കിംഗ് ഗ്രൗണ്ട്. നേരെ നോക്കുമ്പോഴും നമുക്ക് ടെമ്പിൾ കാണാവുന്നതാണ്. മന്ദാരഗിരി ജൈൻ ടെമ്പിൾ എന്ന് പറയുന്നതിൻ്റെ ഈ തുംകൂരിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തുംകൂരിലേക്ക് വരുന്ന ആ മെയിൻ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ, അതായത് പൂനെക്കൊക്കെ പോകുന്ന എക്സ്പ്രസ് ഹൈവേയുടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അകത്തേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. മെയിൻ ഹൈവേയുടെ സൈഡിൽ നിന്നിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മുകളിലേക്ക് നമ്മളിങ്ങനെ ഇവിടുന്ന് കയറി പോവുകയാണ്. അതുകൊണ്ട് അവിടുന്ന് താഴോട്ടുള്ള കാഴ്ചകളാണ്. ഒരു വലിയ പാറ അവിടെ ഇരിക്കുന്നു. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ആളുകൾ ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല വെയിലായിരുന്നു നമ്മൾ പോയ സമയത്ത്. ഇതാണ് അവിടെ നിന്നുള്ള ടെമ്പിളിൻ്റെ കാഴ്ചകൾ. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. മുകളിലേക്ക് പോകുന്നു. എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റും അതിലൊക്കെ. ഇവിടെ ചെരുപ്പ് വെക്കുന്നൊരു കൗണ്ടറൊക്കെ ഉണ്ട്. ചെരുപ്പിൽ നമ്മളവിടെ വെച്ചിട്ട് ഇവിടെ വന്ന് ടെമ്പിളിനകത്തേക്ക് കയറുകയാണ്. 10 രൂപയാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ്. അവിടെ നമ്മൾ കൂപ്പൺ എടുത്തിട്ട് വേണം അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അവിടെ 3 ടെമ്പിൾസ് ഇവിടെ കയറി വരുമ്പോൾ കാണാം. ഫസ്റ്റ് വണ്ണിൽ വിഗ്രഹം ഇല്ല. ബാക്കി 2ലും വിഗ്രഹങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്.
അങ്ങനെ നമ്മുടെ ആ മനോഹരമായിട്ടുള്ള ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ക്ഷേത്രപാലകൻ്റെ ഒരു ടെമ്പിളും ഇങ്ങനെ അറ്റത്തായിട്ട് ഉണ്ട്. അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ഈ മനോഹരമായിട്ടുള്ള ഈ ട്രീയും അതിൻ്റെ കാഴ്ചകളും. ശരിക്കും മന്ദാരഗിരി ജെയിൻ ടെമ്പിൾ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ ഈ ഒരു വ്യൂ ആണ് കാണുന്നത്. ഒരു മരവും അതിൻ്റെ ചുറ്റും ഇരിക്കുന്ന ആളുകളുടെ രൂപങ്ങളാണ് ശരിക്കും ഇത്. അത് കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരുപാട് പേര് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഏരിയയിലൂടെ കടന്നു പോവുകയാണ്. ജൈനിസത്തിൻ്റെ വേറെ ഒരു ടെമ്പിൾ ഈ തുംകൂറിനടുത്തായിട്ടുണ്ട് എന്നവർ പറയുകയുണ്ടായി. ഏകദേശം ഇവിടുന്ന് ഒരു 50 കിലോമീറ്ററോളം അപ്പുറത്തായിട്ടൊരു ടെമ്പിളും കൂടെ, വലിയൊരു ടെമ്പിളുണ്ടെന്ന് പറഞ്ഞു. ജെയിൻ കമ്മ്യൂണിറ്റിയിലെ പീപ്പിൾ, ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഡെഡിക്കേഷനും അതുപോലെ തന്നെ ഒരു എഫേർട്ടുമാണ് ഈ ഒരു ടെമ്പിൾ ഇത്രയും മനോഹരമായിട്ട് ഇവിടെ മന്ദാരഗിരി മലയുടെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് നടന്നു വരുന്ന ആളുകളെല്ലാം തന്നെ ഈ വഴികളിലൂടെയാണ് വന്ന് മുകളിലേക്ക് കയറുന്നത്. വരുന്ന വഴി ഇവിടെ ഇങ്ങനെ ഈ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, താഴ്ന്നു വരുന്ന ആ ഒരു വഴി. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇതാണ് ആ കയറി വരുന്ന പടി. ഇവിടെ ഒരു 10 രൂപയുടെ ഒരു എൻട്രി ടിക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചെരുപ്പുകളെല്ലാം തന്നെ അവിടെ ചെരുപ്പിൻ്റെ കൗണ്ടറിൽ വെച്ചിട്ട് വേണം നമ്മൾ വരാൻ വേണ്ടി. ഏകദേശം 450ഓളം പടികളുണ്ട് താഴെ നിന്ന് കയറി വരാനാണെങ്കിൽ. ഒരുപാട് പേര് ആ പടികൾ കയറി വരുന്നുണ്ട്. വണ്ടിയിൽ നമുക്ക് നേരിട്ട് തന്നെ ഇവിടെ വരാം, പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി, നമ്മളുടെ നാട്ടിലൊക്കെ ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതിയും ഒരു ആചാര രീതികളൊക്കെയാണ് ജെയിൻ കമ്മ്യൂണിറ്റിയിലുള്ള. 2 ടൈപ്സ് ഓഫ് ജെയിൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലൊരു ഗ്രൂപ്പിൻ്റെ വരുന്ന ടെമ്പിളാണ് എന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ റെയറായിട്ട്, വളരെ എന്താ പറയുക, ഉള്ള ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ജെയിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കേരളത്തിൽ വളരെ കുറവാണ് ഉള്ളത്. ചില ടെമ്പിളുകൾ നമ്മുടെ ഈ ആലപ്പുഴയിലും നമ്മുടെ വയനാട്ടിലും ഒക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ജെയിൻ ടെമ്പിളൊക്കെ പുരാവസ്തു വകുപ്പിൻ്റെ അണ്ടറിലുള്ള കുറേ ക്ഷേത്രങ്ങൾ നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എറണാകുളത്തും ഉണ്ട് ഒരു ടെമ്പിള്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ടെമ്പിളാണെങ്കിൽ ഇത് ശരിക്കും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ന്യൂജൻ ടെമ്പിൾ എന്ന് പറയാവുന്ന ജെയിനിൻ്റെ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഞാൻ കണ്ടിട്ടില്ല. ഡൽഹി സൈഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ട്രഡീഷണൽ ടെമ്പിൾസൊക്കെ നമുക്ക് കാണാം, അവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വളരെ നല്ല ഒരു കാഴ്ചയാണ്. ബാംഗ്ലൂർ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. ബിക്കോസ് ഒരു മെയിൻ ഹൈവേ, ബാംഗ്ലൂർ പൂനെ മുംബൈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് വരാനൊക്കെ വളരെ എളുപ്പമാണ്. അതിൻ്റെ കാഴ്ചകളും ഫോട്ടോ എടുക്കാനും നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ മലയുടെ മുകളിലും അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയും ആയിട്ട് 2 അമ്പലങ്ങളുടെ ഏരിയാസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള പാർട്ടിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണ്. ആ ട്രീയുടെ ഏരിയയിൽ നിന്ന് അമ്പലത്തിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. തിരിച്ച് അമ്പലത്തിൻ്റെ ഏരിയയിലേക്ക് എത്തി. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു. പക്ഷെ ഒരു കാര്യം അവർ ചെയ്തേക്കുന്നത് വെച്ചാൽ നമുക്ക് നടക്കാനുള്ള ഏരിയയെല്ലാം തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാലൊക്കെ പൊള്ളിപ്പോവും. നമുക്കിങ്ങനെ ഈ ഏരിയ കൂടെയൊക്കെ നടന്ന് എല്ലാ കാഴ്ചകളും കാണാം. ട്രസ്റ്റിൻ്റെ ഡൊണേഷൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൊണേഷനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡൊണേഷൻസ് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ അവർ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു എഫേർട്ടാണ് ശരിക്കും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഇത്രയും മനോഹരമായിട്ട് ഈ പാറയുടെ മുകളിൽ ഈ ഒരു ടെമ്പിളൊക്കെ ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും വളരെ
മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതുപോലെ തന്നെ നമ്മളൊരു സംസ്കാരത്തിൻ്റെ ഒരു പുനരുജ്ജീവനം എന്ന് നമുക്ക് പറയാം. ജൈനിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, ഒരു മതത്തിൻ്റെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ദൂരെയായിട്ട് ആ ലേക്ക് കാണാം. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഇറങ്ങി വരുന്നതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ചെരുപ്പ് നമ്മൾ വെച്ചേക്കുന്നത്. സ്റ്റാൻഡ് അതൊക്കെ എടുത്തിട്ട് നമ്മൾ താഴേക്ക് ഒന്ന് പോയി നടന്ന് താഴത്തെ ടെമ്പിൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോവാണ്. ചെരുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ താഴേക്ക് നടക്കുന്നു. താഴെയായിട്ട് നടക്കുന്ന സമയത്തൂടെ താഴെ ഒരു കൽമണ്ഡപവും അതുപോലെ തന്നെ ദൂരെയായിട്ട് പാറയിലൊരു പുതിയ ടെമ്പിൾ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണാം. അത്യാവശ്യം നല്ല കാറ്റും. നമ്മൾ ഉച്ച കഴിഞ്ഞാണ് പോയത്. അതിൻ്റെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് താഴേക്ക് വന്ന വഴിയിലൂടെ തന്നെ നമ്മൾ താഴത്തെ ജെയിൻ ടെമ്പിളിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ താഴെയുള്ള ആ തടാകത്തിൻ്റെ കരയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതും നല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ സ്പോട്ടും അതുപോലെ തന്നെ നല്ല ഒരു വ്യൂ ഒക്കെ തരുന്നൊരു സ്ഥലമാണ്. നമ്മളത് ഇവിടെ നോക്കുമ്പോൾ നേരെ താഴെ ആളുകളൊക്കെ നിൽക്കുന്നത് കാണാവുന്നതാണ്. ശരിക്കും മന്ദാരഗിരിയെ മനോഹരമാക്കുന്നത് ഈ ഒരു കാഴ്ചയും അതുപോലെ തന്നെ ഈ ഒരു ടെമ്പിളും ഈ തടാകവും അതിൻ്റെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ ശരിക്കും ഒരു വലിയൊരു ടൂറിസം ഓപ്പർച്യൂണിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇനിയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാവുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട്. ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളങ്ങനെ താഴെ വന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഒരു പീകോക്ക് ടെമ്പിളൊക്കെ ഉണ്ട് താഴെ. അത് കാണാൻ വേണ്ടി പോവുകയാണ്. അത് ചെരുപ്പ് വെക്കുന്ന കൗണ്ടറുണ്ട് ഇവിടെ നമ്മൾ നേരെ ഏതാണ്ട് എൻട്രി പോയിന്റിലേക്ക് എത്തി. ഇവിടെ 10 രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുക്കണം. നേരെ അകത്തേക്ക് കയറുന്ന സമയത്ത് വലിയൊരു സ്തൂപമൊക്കെ കാണാം. നേരെ മഹാവീരൻ്റെ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിലായിട്ടുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഏരിയയിലേക്ക് നടക്കുകയാണ്. ചൂടാണെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഏരിയയിലേക്ക് നടക്കുമ്പോഴത്തേക്കും അത് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ പറ്റുന്നതാണ്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മേ ബി നമ്മളെ വീഡിയോയിലൊക്കെ ആ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാകുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നേരെ കയറി വരുമ്പോൾ കാണുന്ന ഒരു സ്റ്റാച്യു. ഇവിടെ കാണാവുന്നതാണ്. നേരെ ഒരുപാട് പേര് അവിടെ പോയി അടുത്തുനിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴോട്ടിറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിൾ വ്യൂവും കൂടെ കണ്ടിട്ട് പീകോക്ക് ടെമ്പിളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഇരിക്കുന്നത്. അതും കണ്ടു. അവിടെ ഓം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ടെമ്പിളിൻ്റെ ഏരിയ കണ്ടു. അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നേരെ നമ്മുടെ മന്ദാരഗിരി ഹില്ലിൻ്റെ മുകളിലുള്ള ആ ടെമ്പിൾ കാണാം. അവിടെ നമ്മൾ നടന്ന് പീകോക്ക് ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പീകോക്ക് ടെമ്പിളിലേക്ക് പോകുന്ന വഴിയെല്ലാം ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നിറയെ പൂക്കളും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയൊക്കെയാണ് ഈ പീകോക്ക് ടെമ്പിളിലേക്ക് പോകുന്ന വഴി. എന്തായാലും നമുക്ക് അത് ശരിക്ക് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് പോകാവുന്നതാണ്. അത് ആ ഫ്രണ്ടിൽ 2-3 പേര് നിന്ന് റീൽസൊക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും റീൽസൊക്കെ എടുക്കാനൊക്കെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി വ്യൂ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. നമ്മുടെ പീകോക്ക് ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയിലും ഈ വരുന്ന കുറച്ച് ദൂരത്തേക്കൊക്കെ നമുക്ക് നടക്കാൻ പാടായിരുന്നു, ചൂട്. ഇവിടെ വന്നപ്പോൾ അത് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇതിലേക്ക് കയറി നമ്മൾ ആ ടെമ്പിളിൻ്റെ എൻട്രൻസിലെത്തുകയാണ്. ഇതാണ് ടെമ്പിളിൻ്റെ അകത്തുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. വളരെ വലിയൊരു ടെമ്പിളാണ്. ആളുകളിവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ ധ്യാനിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് വെളിയിലിറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ ദർശനങ്ങളെല്ലാം പൂർത്തിയാക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വെളിയിലേക്ക് വരുന്ന ഒരു സമയത്ത് നമുക്ക് പേഴ്സണലി തോന്നുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, അതായത് ഒരു ഏക്കർ കണക്കിന് ഏരിയ അവർ ഡെവലപ്പ് ചെയ്ത് അതിനെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും നിങ്ങൾ ഈ വഴി കൂടെ പോവുകയാണെങ്കിൽ കയറി കാണാവുന്ന ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ കാണാം.